ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. അപ്പം നമുക്കിന്നൊരു ഹൈക്കിന് പോയാലോ? അപ്പം നമുക്കിന്ന് വാപ്ത ഫോളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലെ യോഹോ നാഷണൽ പാർക്കിലുള്ള ഒരു ട്രെയിനിലൂടെയാട്ടോ നമ്മൾ വാപ്ത ഫോളിലേക്ക് പോകുന്നത്. അപ്പം ഈ ട്രെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ടും പിള്ളേരൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നൊരു ട്രെയിലാണ്. പക്ഷേ എപ്പോഴും മൃഗങ്ങളെ സൂക്ഷിക്കണം. നമ്മൾ ആദ്യമായിട്ട് ഹൈക്കിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട സുരക്ഷയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. അപ്പം നമ്മൾ ഇതേ പോകുന്ന വഴിക്കൊരു ബെയറിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പം ബെയറിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനോ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി അല്ലെങ്കിൽ ചില്ല് താത്തി അതിൻ്റെ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. അതിന് ഫുഡ് കൊടുക്കാനോ ഫീഡ് ചെയ്യാനൊന്നും പാടില്ല. കാരണം അതൊക്കെ എപ്പം അറ്റാക്ക് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വണ്ടി സ്ലോ ചെയ്ത് നമുക്കിതിനെ വാച്ച് ചെയ്യുന്നതിനും ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മളെപ്പോഴും സുരക്ഷ ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം എപ്പോഴും നമ്മൾ മൃഗങ്ങളുടെയൊക്കെ അടുത്ത് പോകാനായിട്ട്. അപ്പം ഈ ട്രെയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ് കാനഡ ഹൈവേ 1-ൻ്റെ ഒരു 26 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് ഫീൽഡിലാണ് ബ്രിട്ടീഷ് കൊളംബിയയിൽ. പിന്നെ ഈ ഒരു ഹൈക്കിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.6 കിലോമീറ്റേഴ്സാണ്. അതായത് വൺ സൈഡ് 2.4 എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഒരു അറൗണ്ട് ഒരു 2.9 മൈൽസ് വരും. അപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പിള്ളേരെയൊക്കെ എപ്പോഴും നേച്ചറുമായിട്ട് മാക്സിമം ഇണക്കി വളർത്താനായിട്ട് ശ്രമിക്കണം. ഇവിടെയുള്ളവരൊക്കെ അങ്ങനെയാണ്. ഇവർ ചെറുപ്പം മുതലേ ഹൈക്കിങ്ങിനും ക്യാമ്പിങ്ങിനും ഒക്കെ സമ്മർ ആകുമ്പം പലതവണ പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം ഒരു അനിമൽ അറ്റാക്ക് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായാലോ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അവർ മനസ്സിലാക്കി അവരുടെ പേരൻസ് എല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് നല്ല അറിവുള്ളവരായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക, ഇതുപോലെ പലതവണ പോയിട്ടുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മാക്സിമം പഠിച്ച ശേഷം വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ ബെയറിനെ അതല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബെയറിൻ്റെ കബ്ബ് കൂടെ ഉണ്ടെങ്കിൽ മാക്സിമം ദൂരെ മാറിപ്പോയിക്കൊള്ളുക. പിന്നെ നമ്മൾ ഹൈക്കിനൊക്കെ പോകുമ്പം ഗ്രൂപ്പായിട്ട് പോകാൻ ശ്രമിക്കണം. നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കി വേണം പോകാനായിട്ട്. കാരണം സൗണ്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇത് അധികം അടുത്തേക്ക് വരാതിരിക്കും. അതുപോലെ തന്നെ ഈ ബെയറിൻ്റെ ക്ലോ മാർക്ക് അതുപോലെ ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടാൽ മാക്സിമം ദൂരെ മാറിപ്പോകാൻ ശ്രമിക്കണം. വളരെ സൂക്ഷിച്ച് വേണം പിന്നെ ഓരോ അടിയും വയ്ക്കാനായിട്ട്. പിന്നെ കിഡ്സിനെ നമ്മൾ മാക്സിമം നടുക്ക് നിർത്താൻ ശ്രമിക്കണം. അപ്പോൾ 2.4 കിലോമീറ്റേഴ്സ് നമ്മൾ നമ്മളിതിവിടെ വാപ്ത ഫോളിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായി വളരെ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണിത്. അപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ അരികെ എല്ലായിടത്തും ഒന്നും കെട്ടിയിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കാരണവശാലും വിടാൻ പാടില്ല. കയ്യിൽ പിടിച്ച് പേരൻസിൻ്റെ ഇടയ്ക്ക് നിർത്തി വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പം പിന്നെ ബെയറുമായിട്ട് എന്തെങ്കിലും എൻകൗണ്ടറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ കാമായിട്ട് വേണം നമ്മൾ നിന്ന് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓടുകയോ പുറംതിരിഞ്ഞ് നിൽക്കുകയൊന്നും ചെയ്യരുത്. ഇത് പുറകെ വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഫീഡ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഈ വാപ്ത ഫോൾ എന്ന് പറയുന്നത് നമ്മുടെ കിക്കിംഗ് ഫോഴ്സ് റിവറിൽ നിന്നുള്ള വെള്ളമാണിത്. അപ്പം അടിപൊളി ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ താഴെ നിന്ന് മേളിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം കുറച്ച് എറോഷനൊക്കെ വന്ന് നമ്മുടെ വ്യൂ കുറച്ച് ബ്ലോക്ക് ആവുന്ന രീതിയിൽ മണ്ണിങ്ങനെ കൂന് കൂടി കിടപ്പുണ്ട് താഴെയായിട്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ഹൈക്കിനൊക്കെ പോകുമ്പോൾ എപ്പോഴും വെതറിന് പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സൊക്കെ വേണം ധരിക്കാനായിട്ട്. പിന്നെ കൈ കരുതേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പസ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മാപ്പ് കൊണ്ടുപോകണം. ഫോണിൽ എപ്പോഴും സർവീസൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കാരണം ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ നെറ്റൊന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ മാപ്പും കോമ്പസൊക്കെ കൊണ്ടുപോകണമെന്ന് പറയണത്. പിന്നെ ചാർജ് ചെയ്യാനുള്ള പവർ ബാറൊക്കെ എടുക്കുക. പിന്നെ ബെയർ സ്പ്രേ മസ്റ്റായിട്ട് കരുതണം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് എപ്പോഴും പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഹാൻഡി ആയിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുകയും വേണം. പിന്നെ പ്രോപ്പർ ക്ലോത്തിങ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഹൈക്കിംഗ് ഷൂസ് വേണം. പിന്നെ ഈ വാട്ടർഫോളിൽ താഴെ ചെന്ന് നിൽക്കുമ്പോൾ ഇതിങ്ങനെ ആ വെള്ളം ചാടുന്നതിൻ്റെ ഇങ്ങനെ സ്പ്രേ ആയിട്ട് നമ്മുടെ മേത്തൊക്കെ വീണ് നന്നായിട്ട് നനയും. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഈ റെയിൻ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ട് ശ്രമിക്കണം. അത് ഇവിടെ നോക്കുമ്പോൾ മഴവിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. പിന്നെ ഹൈക്കിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് കരുതണ്ടെന്ന് പറഞ്ഞാൽ
നമ്മുടെ ബാൻഡേഡ് വേണം, ഇപ്പം എന്തെങ്കിലും മുറിവോ ബ്ലിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കിൻ്റെ ക്രീം, ഹാൻഡ് സാനിറ്റൈസർ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അതിനകത്ത് കരുതണം. പിന്നെ നമുക്ക് പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളം, പിന്നെ സ്നാക്സ്, അങ്ങനെയുള്ളതെല്ലാം കൊണ്ടുപോകുക. കാരണം ഈ സർവീസ് ഒന്നും അവിടെ ഇല്ല. പിന്നെ ഇൻസെക്ട് റിപ്പലൻറ്റ് സ്പ്രേ, അതുപോലെ സംസ്ക്രീൻ ലോഷനൊക്കെ തേച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ ഒരു കളർ ടേപ്പ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പോകുന്ന വഴിയിൽ മരത്തിലൊക്കെ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോസ്റ്റ് ആവത്തില്ല. പിന്നെ വേറെ എന്താ, പിന്നെ നൈഫോ അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ കരുതുക. ഇതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ട് വേണം നമ്മൾ ഹൈക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വെതറിൻ്റെ കാര്യവും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നേച്ചറുമായിട്ട് വളരെ ഇണങ്ങി ജീവിക്കുന്നവരാണ്. അവരൊരു സമ്മറൊക്കെ വരുമ്പം ക്യാമ്പിങ്ങിനും അതുപോലെ തന്നെ ഇതുപോലെ ഹൈക്കിങ്ങിനും ഒക്കെ ഒത്തിരി പോകുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെ അനിമൽസിനെ നേരിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെയുള്ളത് അവർക്ക് ചെറുപ്പം മുതലേ അവരുടെ പേരൻസ് എല്ലാം പറഞ്ഞു കൊടുത്ത് അറിയായിരിക്കും. അപ്പം നമുക്ക് അത്രയ്ക്ക് പരിചയമില്ല, നമ്മൾ ആദ്യമായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയൊക്കെ നടത്തുക. മറ്റുള്ള ഫ്രണ്ട്സിനോടും എല്ലാവരോടും പോയിട്ടുള്ളവരോട് ചോദിക്കുക. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ഹൈക്കെല്ലാം കഴിഞ്ഞ് വന്നു, പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മൾ ചെറിയൊരു സ്നാക്കൊക്കെ കൊടുത്തിട്ട് ഇനി നമ്മൾ തിരിച്ചു പോവും ഗോൾഡനിലേക്ക്. അപ്പം നമ്മൾ ഗോൾഡനിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പം ഒരു അടിപൊളി ഹൈക്കായിരുന്നു കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.